നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 60 മുതൽ 90% വരെ ആളുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഏകദേശം 70% ആളുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസിയും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത്രയും ചൂടുള്ള സ്ഥലത്തും ഇത്രയും ചൂടുണ്ടായിട്ടും നമ്മുടെ ഇന്ത്യക്കാർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും ഇത്രയും നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും നോൺ വെജ് ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകളിലും വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസിയും എന്തുകൊണ്ടാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്? അങ്ങനെ ഈ പറയുന്ന രണ്ട് വൈറ്റമിനെയും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈറ്റമിൻ ഡിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് UVB റേസിൽ നിന്നാണ്. ഈ ഒരു UVB റേസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഒരു 10 മണി മുതൽ 3 മണി വരെ ഒരു സമയം എടുക്കില്ലേ? ആ സമയത്താണ് UVB റേസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ വെയിൽ കൊള്ളാൻ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതുപോലെ നമ്മുടെ സ്കിന്നിനും അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയല്ല. അതുകൊണ്ടാണ് പല ആളുകളും നമ്മൾ പറയുന്നത് രാവിലത്തെ വെയിൽ കൊള്ളാനായിട്ട്, ഇളം വെയിൽ കൊള്ളാനായിട്ട്. പക്ഷെ ഇളം വെയിലിൽ നോക്കുകയാണെങ്കിൽ UVB റേസ് അത്രയും സ്ട്രോങ് ആയിട്ട് കിട്ടാത്തത് കൊണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു വരുന്നത്. അടുത്തത് വൈറ്റമിൻ ബി 12 കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സ് ആണ്. അതായത് പാല്, ഇറച്ചി, മുട്ട, ആട്, മീൻ എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ്. പക്ഷേ നമ്മൾ മെജോറിറ്റി ആളുകൾ നോക്കുകയാണെങ്കിൽ ഒരു വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ പല ആളുകളും നോൺ വെജ് കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സോഴ്സസും അവർക്ക് കിട്ടാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതും മെയിൻ ആയിട്ടുള്ള റീസൺ തന്നെയാണ്. രണ്ടാമത്തെ ഒരു തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഈവനിങ്ങിൽ എന്തെങ്കിലും കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു കപ്പ് ടീ, ചായ എന്തായാലും നിർബന്ധമായിട്ടും പല ആളുകളും കുടിക്കാറുണ്ടല്ലേ. ഇത്തരത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ചായ കുടിക്കുന്ന പ്രവണത നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലത്തെ പലതരം വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും അബ്സോർപ്ഷനെ തടയാണ് ചെയ്യുക. ഇത്തരത്തിൽ അബ്സോർപ്ഷൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ, വൈറ്റമിൻ ബി 12 ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. ഇത് നിങ്ങൾ തുടർന്ന് വരികയാണെങ്കിലും നിങ്ങൾ എത്ര തന്നെ നോൺ വെജ് കഴിച്ചു എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിൽ ലഭിക്കില്ല. ഇതാണ് നമ്മൾ ചെയ്യുന്ന സെക്കൻഡ് മിസ്റ്റേക്ക്. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വൈറ്റമിൻ ഡിയുടെ പറയാട്ടോ. വൈറ്റമിൻ ഡിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൺലൈറ്റ് കൊള്ളുക. സൺലൈറ്റ് കൊള്ളുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ ഒരു 10 മണി മുതൽ 3 മണി വരെയുള്ള സൺലൈറ്റ്, കൂടുതലും 10 മണിക്ക് പോകാനൊക്കെ ആയിട്ട് നോക്കും. 3 മണിക്ക് വളരെ ഷാർപ്പായിരിക്കും. 10 മണി 11 മണി സമയത്തുള്ള ഒരു വെയിലുണ്ടല്ലോ അത് അറ്റ്ലീസ്റ്റ് കൊള്ളാനായിട്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾ ഇരിക്കണം. ഇരിക്കുന്ന സമയത്ത് ഫുള്ള് കവർ ചെയ്തിട്ട് പോയി ഇരിക്കരുത് കേട്ടോ. അത്യാവശ്യം നിങ്ങൾ എത്രത്തോളം എക്സ്പോസ് ചെയ്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം ഇരിക്കുക. ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ബനിയനും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ കൈകളും കാലുകളും ഒക്കെ നന്നായിട്ട് സൺലൈറ്റ് കൊള്ളുന്ന രീതിയിൽ ഇരിക്കുക. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര പോകുന്ന ടീഷർട്ട് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. എത്രത്തോളം എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, സൺസ്ക്രീൻ പോലെയുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിലൂടെ അത് ലോക്ക് ആവുകയാണ് ചെയ്യുക, അബ്സോർപ്ഷൻ നടക്കില്ല. ഇത്തരത്തില് ദിവസത്തിൽ ഒരു 15 മുതൽ 20 മിനിറ്റ്, ദിവസം പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് സൺലൈറ്റ് കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, മുട്ടയുടെ മഞ്ഞുണ്ടല്ലോ, ദിവസത്തിൽ 2 എണ്ണമെങ്കിലും ഏത് ഫോമിലെങ്കിലും കറി വെച്ചിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 എണ്ണം, പറ്റുകയാണെങ്കിൽ ഒരു 3 എണ്ണം മഞ്ഞക്കുരു കഴിക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് കൂൺ. കൂൺ കഴിക്കേണ്ടത്, കൂൺ നിങ്ങളുടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ കുറച്ചു നേരം വെയിലത്ത് കൊണ്ടുവയ്ക്കുക. ഇത്തരത്തിൽ നിങ്ങൾ വെയിലത്ത് കൊണ്ട് വെക്കുന്നതിലൂടെ അതിലുള്ള വൈറ്റമിൻ ഡിയുടെ അളവ് കുറച്ചൊന്ന് കൂടാനും എന്നിട്ട് നിങ്ങളത് കറി വെച്ച് കഴിക്കുന്നതിലൂടെ അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുകയും ചെയ്യും. ആഴ്ചയിൽ ഒരു 3-4 വട്ടം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു സോഴ്സ്. അടുത്തൊരു സോഴ്സ് നോക്കുകയാണെങ്കിൽ ഫാറ്റി ഫിഷ് പോലെയുള്ള കാര്യങ്ങൾ, അതായത് കോര, അയില, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. പാലും പാലിന്റെ ഉൽപ്പന്നങ്ങള്, പാല് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പാലിന്റെ ഉൽപ്പന്നങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്താണ് വൈറ്റമിൻ ബി 12 നല്ലൊരു സോഴ്സസ്. ഇപ്പൊ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സോഴ്സ് നോക്കുകയാണെങ്കിലാണ് മട്ടൺ. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കറി വെച്ച് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, ദിവസവും ഒരു 2-3 മുട്ടയെങ്കിലും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടെങ്കിലും മീൻ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഒരിക്കലും ഷാലോ ഫ്രൈയും കുഴപ്പമില്ല. ഡീപ് ഫ്രൈ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നോൺ വെജിറ്റേറിയൻസിന് കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങളിപ്പോ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒരു സോഴ്സ് ആണ് തൈരും അതുപോലെ തന്നെ സംഭാരം.
എന്നും നിങ്ങൾ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് സംഭാരം കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തൈര് തൈര് എന്നും കഴിക്കണമെന്ന് ഞാൻ പറയില്ല. ആഴ്ചയിൽ 2-3 വട്ടം അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടിട്ട് ഒരു ദിവസം നിങ്ങൾ തൈര് കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ സംഭാരം കുടിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ കഴിക്കുന്നതിലൂടെ കുറച്ചൊക്കെ നമുക്കൊരു വൈറ്റമിൻ B12 അതിൽ നിന്ന് ലഭിക്കും. രണ്ടാമത്തെ ഒരു സോഴ്സ് നോക്കുകയാണെങ്കിലാണ് പനീർ. പനീർ നിങ്ങൾ ആഴ്ചയിൽ 2-3 വട്ടം ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. പാല് നിങ്ങൾ കുടിക്കുന്നതും അതും നല്ലൊരു സോഴ്സ് തന്നെയാണ്. പിന്നെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാലുണ്ടല്ലോ പല ആൾക്കാരും 3-4 വെച്ച് ചൂടാക്കിയിട്ട് കുടിക്കുന്നവരുണ്ട്. ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചൂടാക്കുന്നതിലൂടെ പാലിന്റെ ഗുണവും പോവും, അതിനുള്ള വൈറ്റമിൻ B12 നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ലഭിക്കില്ല. അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്തൊരു സോഴ്സ് നോക്കുകയാണെങ്കിലാണ് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് നട്ട്സും സീഡ്സും പോലെയുള്ള കാര്യങ്ങളും അതും നിങ്ങൾ ഉൾപ്പെടുത്തുക. മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ചായ കുടിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം മാത്രം ചായ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു തെറ്റ് നിങ്ങളുടെ ഈ വൈറ്റമിൻ B12 മാത്രമല്ലാണ്ട് ധാരാളം മിനറൽസിന്റെ അബ്സോർപ്ഷനെയാണ് ബ്ലോക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു മിസ്റ്റേക്കും കൂടി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരാണ്, നിങ്ങൾ സ്വയം അതിനുള്ള മെഡിസിൻസ് ഒക്കെ ലോങ് ടൈമിൽ നിങ്ങൾ എടുത്തു വരുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഒരിക്കലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാതെ ഒരു ഡോക്ടറെ കാണാതെ ഒരിക്കലും സ്വന്തമായിട്ട് ക്യാപ്സൂൾ എടുക്കാതിരിക്കാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾ കൂടുതലായിട്ട് ഇത്തരത്തിൽ ഡോസ് എടുക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് പോവില്ല. അത് പോവാതിരിക്കുമ്പോൾ കിഡ്നി ഫെയിലിയർ പോലെയുള്ള കാര്യങ്ങൾ റിസർച്ച് സ്റ്റഡീസ് വരെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉള്ളതുകൊണ്ട് നിങ്ങളൊരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഫിസിഷ്യനെ കണ്ട് അതിനുള്ള ക്യാപ്സൂൾസ് അല്ലെങ്കിൽ മരുന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. സെയിം അതുപോലെ തന്നെയാണ് വൈറ്റമിൻ B12. നിങ്ങൾ സ്വയമായിട്ട് വൈറ്റമിൻ B12 ക്യാപ്സൂൾ ഒന്നും എടുക്കാതെ ഒരു ഡോക്ടറിന്റെ അണ്ടറിൽ മാത്രം എടുക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവരും ഈ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.